സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ എടുക്കുക. അതിൽ യോഹന്നാന്റെ സുവിശേഷം വായിക്കാം. 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം മുതൽ വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളുടെ സ്നേഹിതൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിതന്മാർ ആയിരിക്കുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ സ്നേഹം വിശുദ്ധമായതാണ്, നിസ്വാർത്ഥമായതാണ്, നിഷ്കളങ്കമായതാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, സ്നേഹമെന്ന് പറയുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്നതായ വാക്ക് അല്ല. സ്നേഹം എന്ന് പറയുമ്പോൾ ഏതോ വാക്കുകളാൽ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്നത്, അങ്ങനെ ഉണ്ടാകുന്നത് അല്ല. അങ്ങനെയാണെന്നാണ് നാം പലപ്പോഴും വിചാരിക്കാറുള്ളത്. ഷോപ്പിംഗ് ഫ്രണ്ട്സ് ഉണ്ട്, സ്പോർട്സ് ഫ്രണ്ട്സ് ഉണ്ട്. എന്താണ് ഇങ്ങനെ ചില ആളുകൾ ഒരേ രീതിയിൽ ചെയ്യുന്നതായ ജോലികളെ അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ സ്നേഹിതരാണെന്ന് സങ്കല്പിക്കുകയാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. നോക്കൂ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ഫ്രണ്ട്സ് ഉണ്ടാകും. അതിനുശേഷം ആ ഫ്രണ്ട്ഷിപ്പ് കട്ടായിപ്പോകും. അതുപോലെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട്, അത് കുറേ നാൾ കഴിഞ്ഞിട്ട് മാറിപ്പോകും. അതുപോലെ നിങ്ങൾ എക്സ്കർഷന് പോയാൽ എക്സ്കർഷൻ ഫ്രണ്ട്സിനെ കിട്ടും. അത് കുറച്ച് സമയത്തേക്ക്, ഒരു സീസൺ സമയത്തേക്ക് മാത്രമാണത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുന്ന സ്നേഹം എന്താണെന്ന് വെച്ചാൽ ബന്ധമാണ്. യഥാർത്ഥമായും സ്നേഹമുള്ളവൻ യഥാർത്ഥ സ്നേഹിതൻ വിട്ടുകളയാതെ സ്നേഹിക്കും. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് എത്ര സ്നേഹിതന്മാരുണ്ടായിരുന്നു നേരത്തെ മുതൽ? ആ സ്നേഹിതർ എങ്ങനെ മാറിപ്പോകുന്നുണ്ട്? ഞാൻ അനേകം ആളുകളെ കണ്ടിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരനല്ലായിരുന്നു അവനെ ചോദിക്കുമ്പോൾ, ഓ അവൻ്റെ സ്നേഹം എന്താണ്, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ടു, അവനെ ഞാൻ എൻ്റെ സ്വന്തം കൂട്ടുകാരനായി സ്നേഹിച്ചു, അവനെന്നെ വഞ്ചിച്ചു, എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ എനിക്ക് ദോഷം ചെയ്യുവാനിടയായി, എനിക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞൊപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ അവനെ വിശ്വസിച്ചു, ഒരുപാട് സ്നേഹിച്ചു, അവനെന്നെ പറ്റിച്ചു എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന സ്നേഹം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്നേഹിതരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് പോലെ നിങ്ങളും മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക. എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചത്? അതിനടുത്ത വാക്യം നോക്കൂ, 13-ാം വാക്യം. സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. എന്താണ്? തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ മനസ്സുള്ളതായ വലിയ ഫ്രണ്ട് ആരാണ്? ബെറ്റർ ഫ്രണ്ട് ആരാണ്? ഓക്കെ, നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക, എടാ നീ എൻ്റെ സ്നേഹിതനാണ്, നിന്റെ പ്രാണൻ എനിക്ക് നൽകുമോ? അവനത് കേട്ടാൽ നിങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകും. എന്താണ്, ഈ കാലത്ത് പ്രാണൻ കൊടുക്കുന്ന സ്നേഹിതന്മാരല്ല, പ്രാണൻ എടുക്കുന്ന സ്നേഹിതന്മാരാണുള്ളത്. യഥാർത്ഥമായ ഒരു സ്നേഹിതൻ ജീവൻ കൊടുക്കുവാൻ ഒരുങ്ങാനിടയാകും. അങ്ങനെ ആരാണുള്ളത്? നമുക്ക് വേണ്ടി ജീവൻ നൽകുവാൻ ഒരുക്കമുള്ളവൻ. നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നമുക്ക് വേണ്ടി പ്രാണൻ നൽകുവാൻ കഴിയില്ല, നൽകില്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലും നമുക്ക് വേണ്ടി പ്രാണനെ നൽകില്ല. ഒരു കർത്താവ് മാത്രമാണ് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ നൽകിയത്. ജീവൻ നൽകുമെന്ന് പറയും, പ്രാണസ്നേഹിതനെന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമെന്നാൽ ഞങ്ങൾ രണ്ടുപേരും പ്രാണനെ പോലെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരൊക്കെയുണ്ട്. ബൈബിളിൽ നോക്കിയാൽ 2 സ്നേഹിതരെക്കുറിച്ച് കാണാം, ദാവീദും യോനാഥാനും. അവരുടെ സ്നേഹബന്ധം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് വളരെ ആത്മാർത്ഥത ഉള്ളതാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ദാവീദ് ആ കാലത്ത് ഒരു ആട്ടിടയൻ ആയിരുന്നു. യോനാഥാൻ രാജകുമാരനായിരുന്നു, ശൗലിൻ്റെ മകനായിരുന്നു.
രാജകുമാരൻ പോയിട്ട് ആട്ടിടയനുമായി കൂട്ടുകൂടുക എന്ന് പറയുമ്പോൾ അതിൽ വലിയ ത്യാഗമുണ്ട്. അതിന് വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരേ തരത്തിൽപ്പെട്ട ആളുകൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നത് സാധാരണമാണ്, സർവ്വസാധാരണമാണ്. ഒരേ തരത്തിലുള്ള പക്ഷികൾ ഒരുമിച്ചാണ് പറക്കുന്നത്. ഒരേ കൂട്ടിലുള്ള പക്ഷികൾ ഒരുമിച്ചാണ് പറക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഷോപ്പിങ്ങിന് പോകുന്നവർ ഒരുമിച്ച് പോകും. സർവ്വസാധാരണമാണ്. പണക്കാരനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നു. പാവപ്പെട്ടവനുമായിട്ട് കൂട്ടുകൂടുന്നത് സാധാരണമായി കാണുന്നതാണ്. എന്നാൽ ഒരു രാജകുമാരൻ ആട്ടിടയനുമായി കൂട്ടുകൂടുന്നത് നോക്കുമ്പോൾ സംതിങ് ഡിഫറെൻറ്റ്. അതുമാത്രമല്ല, ആക്ച്വലായിട്ട് ദാവീദ് രാജാവായിട്ട് അപ്പോൾ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. ശൗല് കഴിഞ്ഞിട്ട് ശൗലിൻ്റെ മകനായ യോനാഥാനാണ് രാജാവായി വരേണ്ടത്. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനുശേഷം ദാവീദാണ് രാജാവായിട്ട് വരുന്നത്. യോനാഥാൻ സാധാരണ ഇഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. ദാവീദിനെ ശത്രുവായി കാണേണ്ടതാണ്, എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്നവനാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ യോനാഥാൻ വളരെ നല്ലവനായിരുന്നു. നീ രാജാവാകൂ, ഞാൻ നിന്റെ സഹായിയായി നിൽക്കാമെന്ന് പറഞ്ഞു. അത്രമാത്രം യോനാഥാൻ ദാവീദിനെ സ്നേഹിക്കുവാൻ ഇടയായി. അവർ പ്രാണസ്നേഹിതന്മാരായിരുന്നു. അതുപോലെ യോനാഥാൻ തൻ്റെ വസ്ത്രവും തൻ്റെ അരക്കച്ചിയും തൻ്റെ വാളും അതെല്ലാം ദാവീദിന് കൊടുക്കുവാൻ ഇടയായി. എന്നാൽ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എല്ലാം കൊടുത്തു, നീ എൻ്റെ പ്രാണസ്നേഹിതനാണെന്ന് പറയുന്നു. തൻ്റെ ചെരുപ്പ് കൊടുത്തില്ല, തൻ്റെ നടപ്പ് മാറ്റിയില്ല, ദാവീദിനെ അനുഗമിച്ചില്ല, ദാവീദിൻ്റെ കൂടെ നിന്നില്ല, ദാവീദിൻ്റെ അരികിൽ നിന്ന് പോയി തൻ്റെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തു. പാവം കൊല്ലപ്പെടുവാനുമിടയായി. നാമും കർത്താവിനോട് എല്ലാം കൊടുക്കുമെന്നും പറഞ്ഞു. എന്നാൽ നമ്മുടെ നടപ്പിനെ കർത്താവിനെ ഏൽപ്പിച്ച് കൊടുക്കണം. ഒരേ മനസ്സില്ലാത്തവർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയില്ല. നീ യഥാർത്ഥമായും ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിൽ ദൈവത്തോടൊപ്പം നീ നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. ദൈവത്തോടൊപ്പം അനുദിനം കൂട്ടായ്മ ആചരിക്കണം. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. ദൈവം അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഹാനോക്ക് ദൈവത്തെ തൻ്റെ സ്നേഹിതനാക്കി മാറ്റി. എല്ലാ ദിവസവും അവനോടൊപ്പം നടക്കുവാൻ ഇടയായി. പതിവായിട്ട് അവൻ്റെ മാർഗത്തിൽ നടന്നു. 100 കണക്കിന് വർഷങ്ങൾ അങ്ങനെ തന്നെ നടക്കാനിടയായി. അങ്ങനെ നടന്ന് ഒരു ദിവസം സ്വർഗത്തിൽ ചെല്ലാനിടയായി. ഇനി എന്തിനാണ് തിരിച്ച് പോകുന്നത് എന്ന് പറഞ്ഞ് ശരീരത്തോടു കൂടി സ്വർഗത്തിൽ തന്നെ താമസിക്കാനും ഇടയായി. മരണം വരെയും നാം ദൈവത്തോടൊപ്പം നടക്കണം. അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥമായ സ്നേഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. എത്ര പേർ സ്നേഹിതന്മാർ ഈ ലോകത്തിൽ നമുക്കുണ്ടെങ്കിലും കഴിയുന്നിടത്തോളം എല്ലാവരുമായി സമാധാനത്തോടെ ആയിരിക്കുക എന്നാണ് പറഞ്ഞത്. എല്ലാവരെയും തള്ളിക്കളയുവാൻ പാടില്ല. ഹായ് എന്ന് പറയുമ്പോൾ ഹായ് എന്ന് പറയണം. ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയണം. വന്ദനമെന്ന് പറഞ്ഞാൽ വന്ദനം കൊടുക്കണം. അല്ലാതെ അതിൽ കൂടുതലായി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ആ രീതിയിലുള്ള സ്നേഹബന്ധം അരുത്. പരിഹാസികളുമായി നാം കൂട്ടുകൂടരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുമായി നാം സ്നേഹബന്ധം പുലർത്തരുത്. അവരുടെ ആലോചനകൾ നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നിനക്ക് വേണ്ടി പ്രാണൻ കൊടുക്കുന്ന സ്നേഹിതനാണ് യഥാർത്ഥ സ്നേഹിതൻ. യേശു കർത്താവ് പറയുന്നു, തൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാണൻ കൊടുക്കുവാൻ തക്കവണ്ണം സ്നേഹിക്കുന്നവൻ ആരാണ്? ആരും തന്നെയില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകണമെങ്കിൽ ഞാൻ കൽപ്പിച്ചത് നിങ്ങൾ അതുപോലെ ചെയ്യണം. എന്താണ്? 2 കൂട്ടരും ഒരാളുടെ വാക്ക് മറ്റൊരാൾ കേൾക്കുന്നില്ല എങ്കിൽ എങ്ങനെ സ്നേഹിതന്മാരാകും? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നടക്കുന്നവനും മാത്രമായിരിക്കും ദൈവത്തിൻ്റെ സ്നേഹിതൻ ആകുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം കേൾക്കണം. നാം കേട്ട് അനുസരിക്കണം. അപ്പോൾ നാം സ്നേഹിതന്മാരാകും. ഇന്നുള്ള അനേകം ആളുകളും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നില്ല. ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, ശരിയാണ്. എന്നാൽ നിങ്ങൾ ദൈവവുമായിട്ട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ദൈവവുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് നാം സംഭാഷണം നടത്തണം. ദൈവത്തോട് നാം പറയേണ്ടതും ആവശ്യമാണ്. നമുക്കറിയാം സംഭാഷണത്തിൻ്റെയും പറയലിൻ്റെയും വ്യത്യാസം.
സംഭാഷണം എന്ന് പറയുമ്പോൾ നീ സംഭാഷിക്കുന്ന സമയത്ത് എതിർവശത്തുള്ള വ്യക്തി അത് കേട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഫോണിൽ കൂടി നാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സംഭാഷണമാണ്. നാം പറയുമ്പോൾ എതിരെയുള്ള വ്യക്തി മറുപടി പറയണം. നാം ചോദിക്കുന്നതിന് അവിടെ നിന്നും മറുപടി നൽകുന്നു. അതുപോലെ തന്നെ തിരിച്ചും. അതുപോലെ ദൈവത്തോട് നാം സംഭാഷണം നടത്തണം. ഈ ഒരു അനുഭവം ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന എത്ര ആളുകൾക്ക് ഉണ്ട്? എല്ലാ ദിവസവും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ദിവസം എനിക്ക് നിന്റെ ഹിതം പോലെ ജീവിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എവിടേക്കൊക്കെ ഞാൻ പോകണം, നിന്റെ ഹിതം എന്നെ അറിയിക്കണം എന്ന് സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നുണ്ടോ? ചടപടപടപടാന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നു. ശരിയാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേൾക്കണമെങ്കിൽ കുറച്ച് സമയം ദൈവസന്നിധിയിൽ നാം മൗനമായിട്ട് ചിലവഴിക്കണം. ദൈവസന്നിധിയിൽ നാം മൗനമായിട്ട് ചിലവഴിക്കുന്ന സമയത്ത് ദൈവം നമ്മോട് സംസാരിക്കുവാനിടയാകും. അതാണ് സ്നേഹം. പകരുന്നത്. നമ്മുടെ മനസ്സ് ദൈവത്തോട് പകരും, ദൈവത്തിൻ്റെ മനസ്സ് നമ്മോടും പകരുവാൻ ഇടയാകും. അങ്ങനെ അവൻ്റെ ആലോചനകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ ഹിതം മനസ്സിലാക്കാം, അവൻ്റെ പദ്ധതി മനസ്സിലാക്കാം. ദൈവത്തോട് സ്നേഹമുള്ളപ്പോൾ നാം ഒരിക്കലും പാപത്തിൽ വീണുപോകില്ല, നഷ്ടപ്പെടുകയില്ല. ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവത്തെ അറിയാൻ കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കർത്താവിനെ പോലെ തന്നെ ജീവിക്കാൻ കഴിയും. ഇവിടെ ഒരു വാക്യം പറയുന്നു, 15-ാമത്തെ അധ്യായത്തിൽ, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യജമാനൻ തൻ്റെ രഹസ്യമെല്ലാം വേലക്കാരനോട് പറയുമോ? ദാസനോട് യജമാന്റെ കാര്യം പറയുമോ? പറയില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ ഇനിയും എൻ്റെ ദാസന്മാർ അല്ല, ഗോഡ് സെർവൻ്റ് എന്ന് പറയുമല്ലോ. അത് മറ്റൊരു വിഷയമാണ്. ബൈബിളിൽ അനേകം ഭക്തന്മാർ ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. നമുക്ക് ഒന്ന് നോക്കാം. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയേ. എൻ്റെ സ്നേഹിതനായ, നോക്കൂ, ദൈവം അബ്രഹാമിനെ എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? എൻ്റെ സ്നേഹിതനായ അബ്രഹാമേ. അബ്രഹാം എൻ്റെ സ്നേഹിതനാകുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സർവശക്തനായ പരമാധികാരിയായ ദൈവത്തിന് ഒരു സാധാരണ മനുഷ്യനുമായിട്ട് എങ്ങനെ സ്നേഹബന്ധം ഉണ്ടാകും? ഇവിടെ ദൈവത്തെക്കുറിച്ച് അബ്രഹാം പറയുന്നതല്ല. നാമും പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അവരെ അറിയാം, ഇവരെ അറിയാം. എന്നാൽ അവർക്ക് നിന്നെ അറിയാമോ? എന്താണ് ഒരു വലിയ അധികാരിക്ക് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ നിനക്കറിയാം, എന്നാൽ പ്രൈം മിനിസ്റ്റർക്ക് നിന്നെ അറിയാമോ? അതാണ് പ്രധാനം. നീ അറിയുന്നതല്ല പ്രധാനം. ദൈവം തന്നെ അരുളി ചെയ്യുകയാണ്, അബ്രഹാമിനെ എനിക്കറിയാം. അതുമാത്രമല്ല, അബ്രഹാം ആരാണ്? എൻ്റെ ഫ്രണ്ടാണ്. ഈ ദിവസം നമ്മെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ പറയുവാൻ കഴിയുമോ? അങ്ങനെയുള്ളതായ വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടോ? അങ്ങനെയുള്ള സ്നേഹബന്ധം അവനുമായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അബ്രഹാമിനെ തൻ്റെ സ്നേഹിതനെന്ന് വിളിക്കാനിടയായത്? അബ്രഹാം എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ ഇടയായി. അബ്രഹാമിനെ കണ്ട് വിളിച്ചു വേർതിരിച്ച് അവനെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റി. അവൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും എന്താണ് പറയുന്നത്? അബ്രഹാമിനെ, എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതൻ്റെ സന്തതിയാണ്, നിങ്ങളെ എൻ്റെ സ്വന്തം ജനമാക്കി മാറ്റാനിടയായി. എത്ര വലിയ ഭാഗ്യമാണത്! നമ്മുടെ അടുത്ത് ആരെങ്കിലും സ്നേഹം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഓടി വന്നിട്ട് വെറുതെ സ്നേഹിതനാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചിട്ട് നിന്റെ കൂടെ നടന്ന് നിന്റെ കൂടെ എപ്പോഴും സംസാരിച്ചു, നിന്നെ വശത്താക്കിയെടുക്കുന്നതിന് വേണ്ടി സോപ്പിടാറൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് പണ്ടുകാലത്ത്. അങ്ങനെ നമ്മെ അമിതമായി സ്നേഹിക്കുമ്പോൾ ചിന്തിക്കണം, അവൻ നമ്മിൽ നിന്നെന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് നന്മയുണ്ടാകേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല അവൻ കാണിക്കുന്നത്. നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മോട് സ്നേഹം കാണിക്കുന്നത് നമ്മിൽ നിന്നൊന്നും തന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിലുള്ളത് നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്.
അതാണ് അവൻ്റെ പദ്ധതി. അബ്രഹാമിനെ അവൻ വിളിച്ചു. ഒരു ദിവസം അവൻ അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കൂ. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് ഒരേ ഒരു വാക്ക് പറഞ്ഞു, അത്രയുള്ളൂ. അല്ലാതെ വലിയ വലിയ അത്ഭുതങ്ങൾ കാര്യങ്ങളോ അതിശയ കാര്യങ്ങളോ ഒന്നും ചെയ്ത് ഉറപ്പിച്ചില്ല, അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിനകത്ത് എഴുതി കൊടുത്തില്ല, ഒന്നും തന്നെ ചെയ്തതായിട്ട് കാണുകയില്ല. പുറപ്പെടുക. അവൻ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവനത് നീതിയായി കണക്കിട്ടു. നീ യഥാർത്ഥമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവനെ രക്ഷകനായിട്ട് അവനെ അനുഗമിക്കുന്നതിന് ഒന്നും തന്നെ നിനക്ക് യാതൊരു പ്രതിബന്ധവും ഉണ്ടാകില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന്. കർത്താവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ചിന്തിക്കേണ്ട കാര്യം എന്തെങ്കിലുമുണ്ടോ? അവൻ്റെ മഹത്വത്തെ നീ അറിയുന്ന സമയത്ത് തന്നെ നീ സമർപ്പണം ചെയ്യും. ഉടൻ തന്നെ അബ്രഹാം ദൈവത്തിന് കീഴ്പ്പെട്ടു, അനുസരിക്കാനിടയായി. വരുവെന്ന് പറഞ്ഞു. എവിടേക്ക് പോകണമെന്ന് ചോദിച്ചില്ല. തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അവൻ എണ്ണാനിടയായി. എവിടേക്ക് പോകുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ എന്നെ നടത്തുന്ന ദൈവത്തെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് അവൻ യാഗപീഠം പണിയുമായിരുന്നു, അതായത് ദൈവത്തെ ആരാധിക്കുമായിരുന്നു എന്നാണ് അർത്ഥം. യാഗപീഠം പണിതിട്ട് ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇനിയും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? വാട്ട് നെക്സ്റ്റ്? അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചോദിച്ച് മുൻപോട്ട് പോകുവാനിടയായി. ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാക്കുകളെല്ലാം വിശ്വസിച്ച വ്യക്തിയായിക്കൊണ്ട് ദൈവം തന്നെ പറയുകയാണ്, ദൈവം അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, അബ്രഹാം എൻ്റെ സ്നേഹിതനാണെന്ന്. എന്താണ് ചിന്തിക്കുക? നമ്മെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? നാം ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വിളിയെ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് ദിനംതോറും പ്രാർത്ഥിക്കുന്നുണ്ടോ? യഥാർത്ഥമായ സ്നേഹിതർ പരസ്പരം വിഷയങ്ങൾ പങ്കുവയ്ക്കുവാനിടയാകും. അവർ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയുള്ളവരാണ് സ്നേഹിതർ. എന്നാൽ ഈ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം രഹസ്യങ്ങൾ, വിഷയങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവർ യഥാർത്ഥ സ്നേഹിതന്മാരല്ല, യഥാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അല്ല. എന്നാൽ യഥാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെളിഞ്ഞ വെള്ളത്തിൽ ഒരാളുടെ മുഖം എങ്ങനെ കാണാൻ കഴിയുന്നു, അതുപോലെ തന്നെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം. അബ്രഹാം ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടു. ദൈവം അബ്രഹാമിൽ തൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതുകൊണ്ട് അബ്രഹാമിൻ്റെ വംശത്തിൽ നിന്ന് മിശിഹ വരുന്നതിന് വേണ്ടി ദൈവം പദ്ധതി ഒരുക്കി. ആ യേശുക്രിസ്തുവിനെ സർവ്വലോകത്തിൻ്റെ രക്ഷകനായി മാറ്റുന്നതിന് വേണ്ടി അന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കി. ഇന്ന് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ ലോകത്തിൽ എങ്ങനെയോ ജനിച്ചു, കുറേ നാൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു സുഖമായി, അവസാനം മരിച്ചുപോയി എന്നല്ല, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ട്. അത് നിന്നോട് പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ സ്നേഹിതനായി തീരാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് സംസാരിച്ചിട്ട് നിന്നിൽ കൂടി മറ്റ് അനേകരോടും സംസാരിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു ഭാഗമായിട്ട് അബ്രഹാം മാറി. അതുപോലെ മോശയെക്കുറിച്ചും പറയുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 33 അധ്യായം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായിട്ട് സംസാരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് മുഖാമുഖമായിട്ട് സംസാരിക്കുകയാണ്. മണിക്കൂറുകൾ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മുഖാമുഖമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ സംസാരിക്കുവാൻ ഇടയായി. ദൈവം മോശയോട് തൻ്റെ പദ്ധതികളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സകല ഭാരവും മോശയോട് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരായി സംസാരിച്ചപ്പോൾ, പിറുപിറുത്തപ്പോൾ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാ വേദനയും മോശയോട് പറഞ്ഞു.
അതേ സമയത്ത് അത് കേട്ടതായ മോശ തനിക്കുള്ളതായ എല്ലാ സങ്കടങ്ങളും ദൈവത്തോട് പറയാനിടയായി. ഇതാകുന്നു റിലേഷൻഷിപ്പ്. ക്രിസ്ത്യാനികൾ ദൈവവുമായിട്ട് കൂട്ടായ്മയിലായിരിക്കണം, ദൈവത്തോട് സംസാരിക്കണം. സാധാരണ രണ്ടുപേർ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ആകുന്നത് പറയുക? ആരോടൊപ്പമാണ് കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നത്, കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്? എന്താണ് രഹസ്യങ്ങൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നത്? ആരോടാണ് നാം ഷെയർ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നത്, നാം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത്? അവരാണ് നമ്മുടെ സ്നേഹിതർ. ദൈവത്തെ തന്നെ നിങ്ങളുടെ സ്നേഹിതനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ ദൈവത്തോട് പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കും, അവനോടൊപ്പം മനസ്സ് പങ്കുവയ്ക്കും, അവൻ്റെ ആലോചനകൾ കേൾക്കും, അവനോട് സംസാരിക്കും, അവൻ പറയുന്നത് കേൾക്കും, അവൻ പറയുന്നത് അനുസരിക്കും. അതാണ് സ്നേഹബന്ധം. അതുമാത്രമല്ല, നിങ്ങൾ ദൈവത്തോട് രഹസ്യമായി സംസാരിക്കണം. ചില ആളുകൾ പറയാറുണ്ട് സീക്രട്ട് ഫ്രണ്ട്സ് അവർക്കുണ്ട് എന്ന്. കൂട്ടുകാരോട് പതിയെ സംസാരിക്കുന്നത് കേൾക്കാം, മാറി നിന്നിട്ട് കൂട്ടുകാരനോട് സംസാരിക്കുന്നത് കാണാം. അതുപോലെ നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങളുടെ സീക്രട്ടുകൾ നിങ്ങൾ സംസാരിക്കുക. മനുഷ്യനോട് പറയരുത്, മനുഷ്യൻ നിങ്ങളെ തകർത്ത് കളയും. നിങ്ങൾ രഹസ്യമാണെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു രഹസ്യമാണിത് നിന്നോട് മാത്രമാണ് പറയുന്നതെന്ന്. ആ സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറഞ്ഞിട്ട് പറഞ്ഞു നിന്നോട് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് വന്ന് നിന്നോട് മാത്രമാണ് പറയുന്നത് പറഞ്ഞപ്പോൾ അവൾക്ക് അതിശയം തോന്നാനിടയായി. മനുഷ്യരുടെ അടുത്ത് രഹസ്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്കത് മറ്റുള്ള ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് സന്തോഷമാണ്, ഉല്ലാസമാണ്. അവരുടെ രഹസ്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പറയില്ല. എന്നാൽ നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ കഷ്ടതയും നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ വേദനയും നമ്മുടെ ഭാരങ്ങളും നിരാശകളും കർത്താവിനോട് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. അവൻ തൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അവൻ കഴുകും. ചുളുക്കവും വാട്ടവുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമ്മെ അവൻ കാക്കുവാൻ ഇടയാകും, നമ്മെ ശുദ്ധീകരിക്കും. മുടിയനായ പുത്രൻ തിരികെ വന്ന സമയത്ത് ആ പിതാവ് മകൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് അവനെ ആശ്ലേഷിച്ചു ചുംബിക്കാനിടയായി. ഇന്ന് ഏത് പിതാവുണ്ട് അങ്ങനെ ചെയ്യുന്നതായ വ്യക്തി? പിതാവുമായിട്ട് വഴക്കുണ്ടാക്കി കലഹിച്ചിട്ട് എൻ്റെ അവകാശം നൽകൂ എന്ന് നിർബന്ധിച്ച് വാങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന് ആ സന്ദർഭത്തിൽ ഏതെങ്കിലും പിതാവ് ആശ്ലേഷിക്കുമോ? എന്തിനാണ് നീ വന്നത്? നിന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറയും. എന്നാൽ ആ പിതാവ് ഒരു സ്നേഹിതനേക്കാൾ അധികമായി ആ മുഷിഞ്ഞ വസ്ത്രധാരിയായിരിക്കുന്ന ആ മകനെ തോളിൽ കൈയിട്ടുകൊണ്ട് ആശ്ലേഷിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവന് ശ്രേഷ്ഠമായ വസ്ത്രം കൊടുത്തു, കാലിന് ചെരുപ്പ് കൊടുത്തു, കൈക്ക് മോതിരം കൊടുത്തു. എൻ്റെ മകൻ വഴിതെറ്റിപ്പോയി, ഇപ്പോൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇവൻ മരിച്ചു പോയിരുന്നു, ഇപ്പോൾ ജീവിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. അങ്ങനെ നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിന്റെ ശരീരം എത്രമാത്രം മുഷിഞ്ഞതാണെങ്കിലും, നീ എത്രമാത്രം പാപത്തിൽ കിടന്ന് ചീത്തയായി നശിച്ച വ്യക്തിയാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ നീ പോവുക. അവൻ നിന്റെ മുറിവുകളെല്ലാം കെട്ടും, നിന്റെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിക്കും. തൻ്റെ രക്തം കൊണ്ട് അവൻ നിന്നെ കഴുകി നിന്നെ ശുദ്ധീകരിക്കും. അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, കൈവിടുകയും ഇല്ല. അപ്പോൾ ഈ ലോകത്തെ സ്നേഹിക്കാതെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? പറഞ്ഞോ, കേട്ടില്ല. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ജീസസ് എന്ന് പറയുക. യേശു കർത്താവാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ, ഏറ്റവും നല്ല സ്നേഹിതൻ. യേശു കർത്താവ് നിന്റെ സ്നേഹിതനാണെങ്കിൽ, യേശു കർത്താവ് എൻ്റെ സ്നേഹിതനാണെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ സ്നേഹിതനാണെങ്കിൽ, നാം എല്ലാവരും ആരാണ്? ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആരാണ്? ഫ്രണ്ട്സായി മാറും. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കൂടെ പ്രാർത്ഥിക്കുക, നീതിയോടെ സമാധാനത്തോടെ അവരോടൊപ്പം ആയിരിക്കൂ എന്ന് തിമോത്തിയോസ് പൗലോസിനോട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളോടൊപ്പം, വിശ്വാസികളോടൊപ്പം സ്നേഹം പുലർത്താം, പ്രാർത്ഥിക്കുന്നവരോട് സ്നേഹം പുലർത്താം, നമ്മുടെ വിശ്വാസത്തെ കാക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ഒരുമിക്കുക. കർത്താവിനോട് പറയാം, കർത്താവേ, മോശയുടെ അടുത്ത്, അബ്രഹാമിൻ്റെ അടുത്ത് നീ എങ്ങനെയായിരുന്നു, അതേപോലെ എൻ്റെ ജീവിതത്തിലും നിന്റെ സ്നേഹിതനായ നിന്നോട് അഭിമുഖമായി സംസാരിക്കുവാനും, നിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാമിനെ പോലെ നിന്റെ സ്നേഹിതനായി മാറാനും, നിന്നിൽ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാനുള്ള കൃപയും, അന്നത്തെ ശിഷ്യന്മാരെ പോലെ നിന്നോടൊപ്പം സംസാരിച്ച് നിന്നോടുകൂടെ താമസിച്ച് നിന്നോട് നല്ല ബന്ധത്തെ പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള വിശ്വാസ ജീവിതം ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദയവ് ചെയ്ത് തലകളെ വണക്കൂ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു.
നീയാണ് ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ, ഞങ്ങളുടെ പ്രാണ സ്നേഹിതൻ. ഞങ്ങൾക്ക് വേണ്ടി പ്രാണൻ നൽകുന്നതായ സ്നേഹം മറ്റാരാണ് ഞങ്ങളോട് കാണിച്ചത്? ഞങ്ങളെ നിന്ദിക്കുകയും ഞങ്ങളെ പരിഹസിക്കുകയും ഞങ്ങളെ കബളിപ്പിക്കുകയും ഞങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ കൂട്ടുകാർ അനേകം ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ പ്രാണൻ തന്ന് സ്നേഹിച്ചതായ നിന്നെപ്പോലെ ഒരു ദൈവം മറ്റാരുണ്ടപ്പാ? അന്ന് അബ്രഹാം നിന്നെ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുന്നു. അന്ന് അബ്രഹാമിനെ നടത്തിയതായ ദൈവമേ, ഞങ്ങളെയും ഈ അന്ധകാരമായ ലോകത്തിൽ നീ നടത്തണമേ. ഞങ്ങളുടെ കഷ്ടതയും ബുദ്ധിമുട്ടും തീർക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. മോശയോട് ഒരു സ്നേഹിതനോടെന്ന പോലെ അഭിമുഖമായിട്ട് സംസാരിച്ചവനായ ദൈവമേ, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മുഖകാന്തിയെ തിരയുവാൻ, നിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിന്നോട് സംസാരിക്കുന്നതിനായി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് അഭിമുഖമായി സാന്നിധ്യം അനുഭവിക്കാൻ, നിന്റെ പദ്ധതികളെല്ലാം അറിയുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കഷ്ടതകൾ നിന്നോട് പറയുമ്പോൾ അത് കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നും, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമാണെന്നും, ഞങ്ങളുടെ കഷ്ടതയും ബുദ്ധിമുട്ടും പറയുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്താതെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇത്ര നല്ല സ്നേഹിതനായിട്ട് നീ ഞങ്ങൾക്കുണ്ടായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ വ്യർത്ഥമായ സ്നേഹം എന്തിനാണ്? ഈ ലോകത്തിലെ ചീത്ത സ്നേഹബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. കർത്താവേ, ഈ സന്ദേശം കേൾക്കുമ്പോൾ എവിടെ നിന്നൊക്കെ ഏതൊക്കെ ആളുകൾ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവേ, നീ എന്നോട് കരുണ കാണിക്കണമേ. ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു, നീയുമായിട്ടുള്ള സ്നേഹബന്ധം എനിക്ക് വേണമെന്ന് പറയുന്നവർ എപ്പോഴും രാവിലെയും മധ്യാഹ്നവും വൈകുന്നേരവും കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹാനോക്കിനെ പോലെ ദൈവത്തോടൊപ്പം നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് തങ്ങളുടെ ഹൃദയങ്ങളിൽ തീരുമാനമെടുക്കുന്നതായ ആളുകളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ചുകൊണ്ട് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ആത്മീയ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ. ഈ ലോകത്തെ സ്നേഹിച്ച് നശിച്ചു പോയതായ ലോത്തിനെ പോലെ, ഈ ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ടുപോയതായ ദേമ പോലെ, ഈ ലോകത്തെ സ്നേഹിച്ച് പിറകോട്ട് തിരിഞ്ഞ് ഉപ്പുതൂണായി മാറിയ ലോത്തിന്റെ ഭാര്യ പോലെ ഞങ്ങൾ ആകാതെ യേശുവിങ്കലേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതായ വിശ്വാസികളായി ഞങ്ങളെ നീ നിർത്തുമാറാകണമേ. ക്രൂശാണെന്റെ മുൻപിൽ, ലോകം എന്റെ പിൻപിലാണ്, പിൻതിരിഞ്ഞു നോക്കില്ല, യേശുവിലേക്ക് നോക്കിപ്പോകുമെന്ന് പറഞ്ഞ സുന്ദർ സിംഗിനെ പോലെ ജീവിതകാലം മുഴുവനും നിന്നെ സ്നേഹിക്കുവാൻ, നിനക്ക് സാക്ഷിയായിട്ട് ജീവിക്കുവാൻ, നിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നിന്റെ സ്നേഹിതരാകുവാൻ, നിന്റെ വാക്ക് കേട്ട് നിന്റെ പാതകളിൽ കൂടി നടക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ പാപത്തിന്റെ കൂട്ടുകെട്ടിൽ പിടിക്കപ്പെട്ട് വേശ്യകളുമായി കൂട്ടുകൂടി നശിച്ചു പോയതായ ആളുകൾ, പാപികളുമായി കൂട്ടുകൂടി നഷ്ടപ്പെട്ടു പോയ ആളുകൾ, ജീവിതത്തിലെ പരിഹാസികളുമായുള്ള കൂട്ടുകെട്ട് മൂലം നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയതായ ആളുകൾ, കബളിക്കപ്പെട്ട ആളുകൾ, വഞ്ചിക്കപ്പെട്ടതായ ആളുകൾ, രോഗമുള്ളതായ ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഈ ദിവസം മുതൽ എൻ്റെ സ്നേഹിതൻ എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ് അവനോട് ഞാൻ സംസാരിക്കും, അവൻ്റെ സന്നിധിയിൽ എൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കും, അവനോട് ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അതുപോലെ അവൻ്റെ വചനത്തെ സ്നേഹിക്കും എന്നുള്ള തീരുമാനം എടുക്കുവാനായിട്ട് അങ്ങനെയുള്ളവരെ നിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിന്റെ സാക്ഷികളായി നിന്റെ സ്നേഹിതരാക്കി മാറ്റണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ